നിന്നോട് സത്യം ചെയ്യും. നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമവീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. हालेलुया। यहाँ पर परमेश्वर कहता है कि हालेलुया, जिस कार्यों को, जिस मेहनत को तुमने नहीं किया, लेकिन परमेश्वर सब कुछ तैयार करके परमेश्वर तुम्हारे लिए इंतजाम करके दिया, उस परमेश्वर को आप कभी ना भूले। നീ അധ്വാനിക്കാതെ നിനക്ക് ലഭിച്ച നന്മകൾ നീ അനുഭവിക്കുമ്പോൾ നിനക്ക് നന്മ തന്ന ദൈവത്തെ നീ മറക്കരുത്. Remember where God has brought us from. परमेश्वर ने हमें कहां से लेकर आया है, वो हम हर एक समय स्मरण करना जरूरी है. നമ്മെ ദൈവം എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം. हालेलुया। परमेश्वर ने उस गुलामी से, उस मिस्रैम के हाथों से छुड़ाकर लेकर आया और प्रेज़ लॉर्ड, हमें 40 साल उनके जो भी जरूरतें हैं, सारे जरूरतों को परमेश्वर ने समय समय पर पूरा करके दिया है. അടിമത്തത്തിൽ നിന്നാണ് മിസ്രയീമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. യാത്രയിൽ 40 വർഷം അവർക്ക് വേണ്ടതെല്ലാം സമയാസമയങ്ങളിൽ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കുവാനിടയായി. और उस वायदा के देश में जहां पर प्रेज़ लॉर्ड मधु और दूध बह रहा है, ऐसा एक वायदा के देश की ओर परमेश्वर जब उन्हें लेकर आ रहा है, मूसा के द्वारा उनसे कहा जा रहा है कि आपको लेकर आए वह परमेश्वर को आप कभी ना भूले. പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക്, ആ വാഗ്ദത്ത ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവരുമ്പോൾ മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് അരുളി ചെയ്യുകയാണ്, നിന്നെ നടത്തിക്കൊണ്ടുവന്ന, നിന്നെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവയെ നീ മറക്കരുത്. आपने ना तो बोया है लेकिन आप काट रहे हैं. हालेलुया। आपने ना तो मकान बनाया लेकिन तैयार मकान में आप रह रहे हैं. उस मकान के अंदर के लिए आपने कुछ खरीदा नहीं, बल्कि सब कुछ वेल फर्निश्ड था. ऐसा एक कार्य परमेश्वर ने आपके लिए इंतजाम करके दे दिया. നീ വിതയ്ക്കാതെ നീ കൊയ്യുന്നു, നീ പണിയാതെ നിനക്ക് നല്ല വീട് ലഭിച്ചിരിക്കുന്നു. നീ പണിയാത്ത വീട്ടിൽ നീ പാർക്കുകയും സകല നന്മകളും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദൈവത്തെ നീ മറക്കരുത്. हालेलुया। आपने कुआं नहीं खोदा, लेकिन आपके लिए पानी का भी इंतजाम किया गया है. നീ കിണർ കുഴിച്ചില്ല, പക്ഷെ നിനക്ക് വേണ്ടി വെള്ളത്തിനുള്ള കരുതലും ദൈവം ഒരുക്കി. एक एक चीजों को परमेश्वर ने उनके लिए उपलब्ध करके दे दिया है. ഓരോരോ കാര്യങ്ങളും ദൈവം അവർക്ക് വേണ്ടി നന്മയായി കൊടുക്കുവാനിടയായി. उन्हें युद्ध लड़ने नहीं आता था, लेकिन परमेश्वर खुद उनके लिए युद्ध लड़ने के लिए तैयार होकर आ गया. അവർക്ക് യുദ്ധം ചെയ്യുവാൻ അറിയത്തില്ലാതെ ഇരുന്നപ്പോഴും ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തു. शत्रु पीछे से आ रहा है सुनते हुए लोग डर गए थे. ആ ശത്രു പുറകെ വരുന്നു എന്ന് കേട്ട നിമിഷം ജനം ഭയപ്പെട്ട സമയമുണ്ട്. हालेलुया। आगे जब रुकावट है तभी भी उनका मन व्याकुल हो गया है. മുന്നിൽ ആമെ പ്രതികൂലമുണ്ടെന്ന് അറിഞ്ഞപ്പോഴും അവരുടെ മനസ്സ് ആമെ ക്ഷീണിച്ചു. हालेलुया। डरने वाले इस लोगों के लिए परमेश्वर ने सब कुछ इंतजाम करके दिया. परमेश्वर ने संभाला, परमेश्वर उनको चलाकर लेकर आ रहा है. लेकिन यहोवा परमेश्वर उनसे कहता है कि भूल ना जाए किसने आपको यहाँ तक लेकर आया है. പേടിച്ചു വന്ന ജനത്തിന് വേണ്ടിയതെല്ലാം ദൈവം സമയാസമയങ്ങളിൽ ഒരുക്കി കൊടുത്തു. ആമേൻ. ഇവിടെ വന്നപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ഇതെല്ലാം ചെയ്തു കൊണ്ടുവന്ന നിന്റെ ദൈവത്തെ നീ മറക്കരുത്. हालेलुया। हमारी आत्मिक जिंदगी में सबसे बड़ा डेंजर हम जिस बात का सामना करते हैं, वो लॉर्ड एक सफरिंग नहीं है, वो हम पीड़ाओं से होकर जाने वाला बात नहीं है, नहीं तो वो सक्सेस के बारे में भी नहीं है, बल्कि हमें चलाने वाला परमेश्वर को हम भूल जाते हैं. वो हमारे लिए सबसे बड़ा खतरा है, बहुत बड़ा डेंजर है. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രതികൂലം എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുന്ന കഷ്ടമോ രോഗമോ പ്രയാസങ്ങളോ ഒന്നുമല്ല. ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ നന്മ ചെയ്ത, നമ്മെ വിടുവിച്ച ദൈവത്തെ മറന്നു പോവുക എന്നുള്ളതാണ്. हालेलुया। प्रेज़ लॉर्ड। मूसा कहता है भूल ना जाए
जिसने आपको यहाँ तक लेकर ഇവിടെ आया है। മോശ പറയുകയാണ്, നിന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ നീ മറക്കരുത്. उसी आयतों में बहुत कुछ बातें बोलने के लिए, लेकिन मैं दूसरे क्वेश्चन के भाग की ओर मैं जल्दी से जाना चाहूंगा। ആ ഒരു വിഷയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും അവൻ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ പോകട്ടെ. इस 2025 के शुरुआत से लेकर इस दिन तक अब तक परमेश्वर ने कितना श्रेष्ठ तौर से हम सबको चलाया है। 2025 ആരംഭം മുതൽ ഇന്ന് വരെ ദൈവം എത്ര അത്ഭുതകരമായി നമ്മെ നടത്തുവാനിടയായി. सोचा तक नहीं कि आज का ये पल हम देख पाएंगे करके। ഇന്നത്തെ ദിവസം കാണുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചില്ല. ऐसा नहीं कि हमें अनर्थ नहीं आया, बीमारी नहीं आया, क्लेश नहीं आया, समस्याओं का सामना करना नहीं पड़ा, नहीं, सब कुछ हुआ था, लेकिन उसके बीच में भी हमें संभाला हुआ एक परमेश्वर है, हमारे लिए इंतजाम किया हुआ एक परमेश्वर है। एक पिता अपने बेटे के हाथों को थामते हुए चलाने के समान हमें चलाए हुए एक परमेश्वर है। ആമേൻ. പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നപ്പോഴും നമ്മളെ കരം പിടിച്ച് ഒരപ്പനെ പോലെ നടത്തിയ ഒരു ദൈവം നമുക്കുണ്ട്. हालेलुया, प्रेज़ लॉर्ड। सब कुछ उसने हमारे लिए इंतजाम किया है। അവൻ നമുക്ക് വേണ്ടി സകലതും കരുതുവാനിടയായി. काफी बातें ऐसा था कि परमेश्वर हमारे लिए रेडीमेड तैयार करके हमारे हाथों में दे दिया था। പല വിഷയങ്ങളും ദൈവം നമ്മൾക്ക് ആമേൻ ഉണ്ടാക്കി അതുപോലെ ആമേൻ നമ്മുടെ കരങ്ങളിൽ തരുവാനിടയായി. हालेलुया, प्रेज़ लॉर्ड। क्योंकि परमेश्वर जानता है कि हम अशक्त है। हालेलुया, हमें उतना ताकत नहीं है, इसके लिए परमेश्वर ने हमारे लिए सब कुछ अब तक इंतजाम करके दिया है। നമ്മൾ അശക്തരെന്നറിഞ്ഞ പ്രാപ്തരെന്നറിഞ്ഞ ദൈവം സകലതും അതുപോലെ നമുക്ക് ആവശ്യമുള്ളതുപോലെ ഉണ്ടാക്കി നമ്മുടെ കരങ്ങളിൽ തരുവാനിടയായി. आज सुबह पवित्र आत्मा हमसे एक ही बात कहना चाहते हैं, भूल ना जाए, हम उसे स्मरण करें जिस परमेश्वर हमें यहाँ तक लेकर आया है। ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഒറ്റ കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ എവിടെ നിന്ന് വന്നു എന്നും എന്തെല്ലാം നന്മകൾ ദൈവം തന്നുവെന്നും ആ ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. हालेलुया। जल्दी से हम न्यायों की किताब उसके 11वें अध्याय की ओर हमारे ध्यान हम लेकर आएंगे। बुक ऑफ जजेस, न्यायों की किताब उसके 11वें अध्याय उसके पहले आयत से कुछ आयतों को हमारे ध्यान में हम लेकर आएंगे। ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങൾ. ഗിലെയാദ്യനായ യിഫ്താഹ് പരാക്രമശാലിയായിരുന്നു. പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രൻ ആയിരുന്നു. ഇഫ്താഹിന്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഗിലെയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇഫ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോവ് ദേശത്ത് ചെന്ന് പാർത്തു. നിസാരന്മാരായ ചിലർ ഇഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. हालेलुया। यहाँ पर इफ्ताह नाम का एक व्यक्ति के बारे में हम सीखने जा रहे हैं। ഇവിടെ ഇഫ്താഹ് എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. हालेलुया। यहाँ पर हम जानना जरूरी है कि इसका बैकग्राउंड जहां पर लोगों ने परमेश्वर की भय से दूर हट गया और अपने अपने मनमर्जी के हिसाब से लोग अपना जिंदगी जी रहे हैं। ഇവിടെ ആ ദേശത്ത് ആ സമയത്തെ ആളുകൾക്ക് ദൈവഭയം നഷ്ടപ്പെട്ട് ദൈവത്തെ വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. आमीन। उस 10वें अध्याय के 6 आयत को भी हम जल्दी से देखेंगे। 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരോത്ത് പ്രതിഷ്ഠകളെയും അരാമ്യദേവന്മാരെയും സീദോന്യദേവന്മാരെയും മോവാബിദേവന്മാരെയും അമ്മോന്യദേവന്മാരെയും ഫെലിസ്ത്യദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. हालेलुया। यहोवा का सेवा ना करते हुए यहोवा को छोड़ दिया, बल्कि अन्य देवी देवताओं के पीछे इस्राएल के लोग चलना तैयार हो गया। യഹോവയെ ഉപേക്ഷിച്ച് അന്യദേവന്മാരുടെ പുറകെ ഇസ്രായേൽ പോകുവാനിടയായി. उनको नियंत्रण करने के लिए ना तो राजा है, ना तो न्यायी है, ना तो भविष्यवक्ता है। ऐसे एक परिस्थिति से इस्राएल के लोग होकर जा रहे हैं। ഇസ്രായേലിനെ നയിക്കുവാൻ നിയന്ത്രിക്കുവാൻ രാജാവില്ല, പ്രവാചകനില്ല, ന്യായാധിപനില്ല,
തോന്നിയതുപോലെ ജനം പോകുന്ന ഒരു സമയം. यहाँ पर लिखा गया है कि and everyone did and this Lord according to their own will, उनके योजना के अनुसार उनकी आंखों में जो अच्छा दिखता है वैसा जिंदगी वे जीना शुरू कर दिया. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ബോധിച്ചതുപോലെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആരുടെയും നിയന്ത്രണമില്ലാതെ ജനം നടക്കുവാനിടയായി. कोई डिसिप्लिन नहीं है, अपने मनमर्जी के हिसाब से सब कुछ कर रहा है. ഒരച്ചടക്കവും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സകലതും ചെയ്തു വരുന്നു. कभी भी घर आएगा कभी भी चले जाएगा, क्या हो रहा है उन्हें कुछ नहीं पता है. അവർക്ക് വീട്ടിൽ വരുന്നതും പോകുന്നതും ഒന്നും ഒരു നിശ്ചയവും ഉറപ്പുമില്ലാത്ത രീതിയിലുള്ള നടപ്പ്. कभी भी चर्च में आएगा कभी भी चर्च से चले जाएगा. ആലയത്തിൽ പോകും വരും, ഇഷ്ടമുള്ളപ്പോ പോകും. चर्च में क्या हो रहा है, मसीह लोगों के बीच में क्या हो रहा है, उनका कर्तव्य क्या है, कुछ भी नहीं पता, बस जाकर अटेंडेंस डाल के वापस आ जाते हैं. ചർച്ചിലെ എന്തിനാ പോകുന്നത്, എന്താ ചെയ്യുന്നത്, യാതൊന്നും ഒരു നിശ്ചയവുമില്ലാതെ തോന്നിയതുപോലെയുള്ള ഒരു ജീവിതം. हालेलुया. हम पहले जहां पर सेवकाई करते थे, एक बार ऐसा हुआ कि एम्ब्रेसोड कलिशिया में 7 दिन का उपवास प्रार्थना चल रहा है. ഞങ്ങൾ ഇതിനു മുമ്പ് ശുശ്രൂഷിച്ച ഇടത്ത് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയിൽ നടക്കുന്ന സമയത്ത് हालेलुया, प्रेज लॉर्ड. हमें 7 दिन का उपवास प्रार्थना के बाद में जब संडे आया तब प्रेज लॉर्ड संडे को इस प्रकार कहा कि पिछले एक हफ्ता हम कलीसिया मिलकर हम उपवास में बैठे हुए थे. കഴിഞ്ഞ ഒരാഴ്ച ഒരുമിച്ച് നമ്മൾ ഉപവാസത്തിലായിരുന്നെന്ന് ഞായറാഴ്ച പറഞ്ഞു. चर्च का एक मुख्य व्यक्ति, एक अंकल ने पूछा कि पास्टर कब हुआ, मुझे पता ही नहीं चला कि चर्च में उपवास प्रार्थना चल रहा था करके. ചർച്ചിലെ ഒരു അങ്കിള് പറഞ്ഞു, 7 ദിവസത്തെ പ്രാർത്ഥനയോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. वो वहां का कमेटी का मेंबर है. അത് കമ്മിറ്റിയിലെ അംഗമാ. हालेलुया. उन्हें पता तक नहीं कि कलीसिया में उपवास प्रार्थना चल रहा है. തനിക്ക് അറിയത്ത് പോലുമില്ല സഭയിൽ പ്രാർത്ഥന നടക്കുന്നത്. सुबह शाम चर्च में प्रार्थना था. प्रेज लॉर्ड, सब कुछ निरंतर प्रेज लॉर्ड आराधना का माहौल में है, लेकिन उन्हें पता तक नहीं कि चर्च में क्या हो रहा है. സഭയിൽ വലിയ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നു, പക്ഷെ ആ വ്യക്തിക്ക് അറിയത്ത് പോലുമില്ല ഇവിടെ എന്താ हम भी നടക്കുന്നത്. काफी बार अनजान रहते हैं कि परमेश्वर क्या कर रहा है. ദൈവം ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് പലപ്പോഴും ഒന്നും അറിയാത്തവരെ പോലെ നമ്മളും പോവുകയാണ്. और फिर हम कहते हैं कि परमेश्वर कुछ नहीं कर रहा है, परमेश्वर प्रार्थना नहीं सुन रहा है. പിന്നീട് എന്തെങ്കിലും വന്നു കഴിയുമ്പോ നമ്മൾ പറയും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം ഒന്നും ചെയ്യുന്നില്ല. अरे आप तो जानना ही नहीं चाहते हैं, आप तो अपने रास्ते में चल रहे हैं. നമ്മൾക്കൊന്നും അറിയണമെന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നടക്കുകയും ചെയ്യും. ऐसा एक परिस्थिति में इस्राएल के लोग भी होकर जा रहे हैं. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇസ്രായേൽ ജനമായിരിക്കുന്നത്. परमेश्वर अपने लोगों के लिए क्या करना चाहता है उसके बारे में कोई जानकारी उन्हें नहीं है. ദൈവം തന്റെ ജനത്തിനു വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിശേഷമായ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ഒരു താല്പര്യവുമില്ലാത്ത ജനം. ऐसा एक समय में परमेश्वर इफ्ताह नाम के एक व्यक्ति को उठा रहा है. അങ്ങനെ ഒരു സമയത്താണ് ദൈവം ഇഫ്താഹിനെ वो എഴുന്നേൽപ്പിക്കുന്നത്. गिलियाद है करके वहां पर लिखा गया है. അവൻ ഗിലെയാദ്യൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. वो एक बहुत बड़ा योद्धा है करके लिखा गया है. അവനൊരു പരാക്രമശാലി എന്ന് എഴുതി. लेकिन एक बात हो गया कि वो एक वेश्या से उसका जन्म हो रहा है. എന്നാൽ അവന്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വേശ്യാപുത്രനായിരുന്നു. इसके लिए अपने भाइयों ने और जो भी अपने लोग थे सभी लोगों ने उसको इनकार कर दिया. അതുകൊണ്ട് അവന്റെ സഹോദരന്മാരെല്ലാം അവൻ വെറുത്തു. हालेलुया. और उसके खिलाफ बहुत कुछ बातें कहना शुरू कर दिया. അവന് വിരോധമായി പലതും പറഞ്ഞുണ്ടാക്കുവാനിടയായി. अपने खुद के जो भाई है उन्होंने कहा कि तू तो वेश्या पुत्र है बोलकर उनको वहां से निकाल देता है. അവന്റെ സ്വന്തം സഹോദരന്മാർ നീ പരസ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞ് അവനെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. और वहां पर लिखा गया है कि वो एक अलग देश में जहां पर कोई भी ऐसे टोंट वाले बातें ना करे, जो उनके खिलाफ न्याय ना करे, ऐसे लोगों से दूर हटकर जाकर अपनी जिंदगी बिताना चाहता था. അത് നിമിത്തം അവൻ സ്വന്തം ഭവനം വിട്ട് പരദേശത്ത് ചെന്ന് അവനെ ആരും വേദനിപ്പിക്കരുതെന്ന് ചിന്തിച്ച് അങ്ങനെ അവനുള്ളവരാരുമില്ലാത്ത ഒരു ദേശത്ത് പോയി അവൻ പാർത്തു. पूरे सोसाइटी में ही वॉज बिन रिजेक्टेड. वो हमें तिरस्कार की अनुभव करना पड़ रहा है. അവന്റെ മുഴുവൻ സമൂഹത്തിലും നടുവിൽ അവൻ ഒറ്റപ്പെടുവാനിടയായി, അവൻ തള്ളിക്കളയുവാനിടയായി. कोई भी इफ्ताह नाम का शब्द भी नाम भी पुकारना नहीं चाह रहा है. ആർക്കും
ഇഫ്താഹിനെ പേരുകൊണ്ട് പോലും വിളിക്കുവാൻ താല്പര്യമില്ലായിരുന്നു. लेकिन ऐसे समय में जब अपने लोगों से वो दूर हटकर अपनी जिंदगी अलग प्रकार वो बिताना शुरू कर दिया, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ സ്വന്തക്കാരുടെ നടുവിൽ നിന്ന് മാറിപ്പോയി തനിച്ചു പാർക്കുവാൻ ഇഷ്ടപ്പെട്ടു. हालेलुया, वहां पर परमेश्वर इस इफ्ताह को देख रहा है. അവിടെ ദൈവം ഇഫ്താഹിനെ കാണുവാനിടയായി. हालेलुया, परमेश्वर के वचन में ऐसे काफी लोग हैं जिन्होंने काफी रिजेक्शन से होकर गया है. ദൈവത്തിന്റെ വചനത്തിൽ അനേകരെ നമ്മൾക്ക് കാണുവാൻ കഴിയും, തിരസ്കരിക്കപ്പെട്ട ആള്. यूसुफ नाम का व्यक्ति के बारे में हम जानते हैं, अपने ही भाइयों के द्वारा वो तिरस्कार के अनुभव से होकर जाना पड़ा है. യോസഫ് എന്ന വ്യക്തിയെ നമ്മൾക്കറിയാം, സ്വന്തം സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ് യോസഫ്. उसे मार डालने का प्रयास किया, उसे वहां से बेच डाला गया, बड़े निंदा और अपमान से होकर जाना पड़ा. सारे रिजेक्शंस अपने ही खून, अपने ही भाइयों के द्वारा वो यूसुफ अनुभव किया है. സ്വന്തം രക്തമായ സ്വന്തക്കാരായ സ്വന്തം സഹോദരന്മാർ യോസഫിനെ തിരസ്കരിച്ച് അവനെ വിറ്റുകളയുവാനിടയായി. लेकिन उसी यूसुफ को परमेश्वर इस्तेमाल कर रहा है. എന്നാൽ അതേ യോസഫിനെ ദൈവം ഉപയോഗിക്കുന്നതായി നമുക്കറിയാം. उसी यूसुफ को परमेश्वर उद्धार के लिए, उस पूरे परिवार को उद्धार के लिए परमेश्वर यूसुफ को इस्तेमाल कर रहा है. അതേ യോസഫിനെയാണ് ആ മുഴുവൻ കുടുംബത്തിന്റെയും രക്ഷയ്ക്കായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. पहला सामुएल 16वें अध्याय में दाऊद नाम का व्यक्ति के बारे में हम जानते हैं. 1 ശമൂവേൽ 16 അധ്യായത്തിൽ ദാവീദ് എന്ന ദൈവഭക്തനെ നമ്മൾക്ക് കാണാം. अपने ही घर में बड़ा फीस्ट हो रहा है, लेकिन उसको बुलाया नहीं गया है. സ്വന്തം ഭവനത്തിൽ വലിയ ഒരു അവൻ ഉത്സവം നടന്നിട്ട് അവനെ വിളിച്ചില്ല. बाकी सब लोग वहां पर है, लेकिन दाऊद वहां पर नहीं है. സഹോദരന്മാരെല്ലാം അവിടെയുണ്ട്, പക്ഷെ ദാവീദ് മാത്രമില്ല. हमें अपने ही पिता खुद कह रहा है, एक छोटा सा बालक है, अरे वो उसमें कोई विशेषता नहीं है, वो जंगल में भेड़ बकरियों को चला रहा है. സ്വന്തം അപ്പൻ പറയുന്നത് അവൻ ഒരു മോനുണ്ട്, അവൻ ചെറിയവന്, അവൻ ആടുകളെ മേയിക്കുന്നവനാണ്. हालेलुया, लेकिन वहां से परमेश्वर ने दाऊद को उठाया करके हम परमेश्वर के वचन में पढ़ रहे हैं. എന്നാൽ അവിടെ നിന്ന് ദൈവം ദാവീദിനെ ഉയർത്തി എന്ന് വചനം നമ്മൾ വായിക്കും. प्रेज़ लॉर्ड, जो भी तिरस्कार के अनुभव से होकर गया है, वहां से परमेश्वर उन्हें उठाने वाला परमेश्वर है. തിരസ്കരിക്കപ്പെട്ടവനെ തിരസ്കരിക്കപ്പെട്ട ഇടത്ത് നിന്ന് ദൈവം ഉയർത്തുന്ന ദൈവമാണ്. हालेलुया, यीशु के बारे में हम पढ़ते हैं, जीसस वाज बीन रिजेक्टेड बाय हिज पीपल करके हम उसके बारे में पढ़ रहे हैं. യേശുവിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്വന്തക്കാർ യേശുവിനെ അവൻ തള്ളിക്കളയുവാനിടയായി. यूहन्ना के सुसमाचार पहले अध्याय उसके 11वीं आयत में लिखा गया है, अपने ही लोगों के द्वारा उसने तिरस्कार के अनुभव किया है. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവോ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു. हालेलुया, प्रेज़ लॉर्ड, लेकिन उसी यीशु पूरे प्रेज़ लॉर्ड मनुष्य को उद्धार के लिए अपना जीवन वो दे रहा है. എന്നാൽ തള്ളിക്കളഞ്ഞവർക്ക് സകല മാനവജാതിയുടെയും രക്ഷയ്ക്കായി തിരസ്കരിക്കപ്പെട്ടവനായ യേശു തന്നെ കാരണമായി തീർന്നു. who has been rejected or been used by God, जो तिरस्कार की अनुभव से होकर गया, उन्हें परमेश्वर उठाकर परमेश्वर ने इस्तेमाल कर रहा है. തിരസ്കരിക്കപ്പെട്ടവർ ആമേൻ മറ്റുള്ളവരാൽ അവൻ തിരസ്കരിക്കപ്പെട്ടവർ അനേകരുടെ അനുഗ്രഹത്തിന് കാരണമായി ദൈവം അവരെ ഉപയോഗിപ്പാനിടയായി. आमीन. यहाँ पर हम वापस आएंगे उस न्यायों के किताब उसके 11वें अध्याय. हमने प्रेज़ लॉर्ड पढ़ा है कि लोगों ने इफ्ताह को रिजेक्ट कर दिया था. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ന്റെ 1-ാമത്തെ ആ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു, ഇഫ്താഹിനെ സ്വന്തക്കാർ തിരസ്കരിപ്പാനിടയായി. आमीन. और 11वें अध्याय के 4 आयत से हम पढ़ते हैं, वहां पर इस्राएल के लोग अब बड़े परेशानी में हो गए. അവിടെ 4-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുക. और जब उस ट्रबल में वे फंस गया, तब उन्हें याद आ रहा है कि अब इस परिस्थिति से हमें छुड़ाने के लिए केवल इफ्ताह ही हो सकता है. അവിടെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട ഇസ്രായേൽ
ഇസ്രായേൽ ജനത്തിന് ഇപ്പോൾ ഇഫ്താഹിനെ ഓർമ്മ വന്നു. वहां पर अमोरी के लोग इसराइल के खिलाफ युद्ध लड़ने के लिए आ रहा है. അവിടെ അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായി വന്നു. तब इसराइल के लोग सब मिलकर हालेलुया वे एक साथ आकर कहता है कि अब हमें कोई बचा सकता है तो वो इफ्ताह ही हमें बचा सकता है. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആലോചിച്ചപ്പോൾ അമ്മോന്യർക്ക് ആമേൻ ഉള്ള യുദ്ധത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ഇപ്പോൾ പ്രാപ്തനായി ഇഫ്താഹ് മാത്രമേ ഉള്ളൂ. क्योंकि पहले आयत में हमने पढ़ा था कि इफ्ताह एक बहुत बड़ा योद्धा है करके वहां पर लिखा गया है. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു ഇഫ്താഹ് പരാക്രമശാലിയായിരുന്നു. आमीन. और यहाँ पर इसराइल के पूरे एल्डर्स मिलकर निर्णय लेता है अब हम इफ्ताह के पास जाएंगे और उससे हम विनती करेंगे ताकि वो आकर हमारे लिए युद्ध लड़ने पाए. അവിടെ ഇസ്രായേലിന്റെ മൂപ്പന്മാരെല്ലാം കൂടെ തീരുമാനിച്ചു നമുക്ക് യുദ്ധത്തെ ജയിക്കണമെങ്കിൽ ഇഫ്താഹ് നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് യുദ്ധത്തിന് വേണ്ടി അവനോട് നമുക്ക് അപേക്ഷിക്കാം. एक व्यक्ति जिसको तिरस्कार के अनुभव से होकर जाना पड़ा वही व्यक्ति को परमेश्वर अब इस्तेमाल करने जा रहा है. ആമേൻ. സകലരാലും തിരസ്കരിക്കപ്പെട്ടവനെ ദൈവം ഇപ്പോൾ ഉപയോഗിപ്പാനായി പോവുകയാണ്. आमीन. प्रेज़ द लॉर्ड. वहां पर इफ्ताह से आकर रिक्वेस्ट करता है कि तू हमारे साथ आना और तू हमारे लिए इस युद्ध लड़ने के लिए हमारा अगुवाई करना है. അവിടെ കടന്നു വന്ന ഇപ്പോൾ ഇഫ്താഹിനോട് അവർ അപേക്ഷിക്കുകയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിനായി വരണം. आमीन. प्रेज़ द लॉर्ड. वहां पर उस 6 आयत में कहता है come they said be our commander so we can fight the Amorites करके वहां पर 6 आयत में बताया गया है. 6-ാം വാക്യത്തിൽ അവർ ഇഫ്താഹിനോട് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാധിപതിയായിരിക്ക എന്ന് പറഞ്ഞു. अरे प्रेज़ द लॉर्ड. पहले और दूसरी आयत में हमने पढ़ा था कि तू वेश्या का पुत्र है बोलकर उसे वहां से निकाल दिया गया था. 1-2 വാക്യങ്ങളിൽ നീ വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവനെ നീക്കിക്കളഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത്. अब वे कह रहे हैं कि come and become the commander of our army. आकर हमारे इस युद्ध का प्रेज़ द लॉर्ड सेना का कैप्टन बन जाओ बोलकर उसे आकर बुला रहा है. എന്നാൽ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവർ ചെന്ന് ഇഫ്താഹിനോട് പറയുന്നത് നീ വന്ന് ഞങ്ങളുടെ सेनापतियाയിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. हालेलुया. और 7वीं आयत में इफ्ताह वहां पर कहता है कि क्या तुम ही लोग थे कि जिन्होंने मुझे हालेलुया प्रेज़ द लॉर्ड तिरस्कार किया था. हालेलुया प्रेज़ द लॉर्ड. आमीन. हालेलुया. और मेरे पिता के घर से मुझे तुमने निकाल दिया था. 7-ാം വാക്യത്തിൽ ഇഫ്താഹ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെയല്ലേ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് എന്നെ നീക്കി കളഞ്ഞത്? और अब जब तुम समस्या में हो गए तब क्यों मेरे पास मदद के लिए आ रहा है? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വന്നു എന്ന് ഇഫ്താഹ് അവരോട് ചോദിച്ചു. तब 8वीं आयत में वे लोग इफ्ताह से जवाब दे रहा है. 8-ാം വാക്യത്തിൽ അവർക്കുള്ള മറുപടി ഇഫ്താഹിനോട് അവർ മറുപടി പറയുകയാണ്. हालेलुया. तू हमें प्रेज़ द लॉर्ड इनकार ना करे बल्कि हमारे साथ आकर युद्ध लड़ना है. और वहां पर कहा गया है कि तू हमारा प्रेज़ द लॉर्ड ऊपर न्याय करने के लिए भी तैयार हो जाओ. 8-ാം വാക്യത്തിൽ അവർ ഇഫ്താഹിനോട് പറയുകയാണ്, നീ ഞങ്ങളോട് കൂടെ വരാൻ നിരസിക്കരുത്, നീ വന്ന് യുദ്ധം ചെയ്യുകയും നീ ഞങ്ങൾക്ക് തലവനായിരിക്കുകയും വേണം. अरे पहले आयत में क्या कहा गया था और अब क्या कहा जा रहा है? 1-ാം വാക്യത്തിൽ ഇവരെന്താ പറഞ്ഞത്, ഇപ്പോഴെന്താ പറയുന്നത്? हालेलुया. परमेश्वर को एक व्यक्ति का इतिहास बदलने के लिए थोड़ा सा क्षण काफी है. ഒരുവന്റെ ചരിത്രം മാറ്റാൻ ദൈവത്തിന് ഒരു ക്ഷണം മതി. अरे संसार आज क्या कह रहा है उसे बदलने के लिए परमेश्वर से बिल्कुल हालेलुया प्रेज़ द लॉर्ड मुश्किल नहीं है. परमेश्वर हमारे चरित्र भी बदल सकता है. ലോകം പറയുന്നതിൽ നിന്ന് നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ ദൈവത്തിന് അധിക സമയം വേണ്ട, ഒരു ക്ഷണം മാത്രം മതി. You might be useful, useless in the eyes of the people. आप यदि लोगों के प्रेज़ द लॉर्ड नजरों में यदि किसी प्रकार का प्रेज़ द लॉर्ड फलवंत नहीं होंगे, लेकिन परमेश्वर उस अवस्था को लेकर परमेश्वर को बनाता है, तैयार करता है और उसके प्रेज़ द लॉर्ड कार्यों के लिए वो इस्तेमाल करता है. മറ്റുള്ളവരുടെ മുന്നിൽ നീ യാതൊരു ഉപയോഗവും ഇല്ലാത്ത വ്യക്തിയായി അവർക്ക് തോന്നിയാലും ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിപ്പാൻ
ദൈവത്തിന് താല്പര്യമുണ്ട്, അതിനധികം സമയം ആവശ്യമില്ല. हालेलुया। परमेश्वर को एक व्यक्ति के इतिहास बदलने के लिए ज्यादा समय नहीं चाहिए। ദൈവത്തിന് ഒരുവന്റെ ചരിത്രം മാറ്റുവാൻ അധികം സമയം ആവശ്യമില്ല. एक गुलामी यूसुफ के जिंदगी से हालेलुया प्रेज़ लॉर्ड उस मिस्रैम के प्रेज़ लॉर्ड उस मंत्री प्रेज़ लॉर्ड न्यायी बनने के लिए परमेश्वर को कोई मुश्किल नहीं था। യോസഫ് എന്ന ഒരു അടിമ വ്യക്തിയെ ആമേൻ ഒരു പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ആ രാജ്യത്ത് ഉയർത്തിയെടുക്കുവാൻ ദൈവത്തിന് ഒരു പ്രയാസവുമില്ലായിരുന്നു. हालेलुया। मेरे और आपकी जिंदगी को परमेश्वर ही यहाँ तक बनाकर तैयार किया है। നമ്മുടെ ജീവിതത്തെ ദൈവമാണ് ഇന്ന് വരെയും ഒരുക്കിയത്. सोच कर देखिएगा, हमारे कोई काबिलियत के कारण हम यहाँ तक नहीं आए हैं, बल्कि परमेश्वर की दया के कारण हम यहाँ तक आ पहुंचे हैं। നമ്മുടെ എന്തെങ്കിലും വിശേഷത കൊണ്ടല്ല നമ്മൾ ഇവിടെ വരെ വന്നത്, ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ്. यहाँ पर लिखा गया है प्रेज़ लॉर्ड हालेलुया, उस अमोरियों के खिलाफ युद्ध लड़ने के लिए मैं जरूर आने के लिए तैयार हूँ। അവൻ അമോന്യരോട് യുദ്ധം ചെയ്യുവാനായി അവൻ അവരോട് കൂടെ പോയി. क्योंकि इब्ताह जानता था कि विजय यहोवा से होता है, मनुष्य नहीं दे रहा है। ഇഫ്താഹ് അറിഞ്ഞിരുന്നു വിജയം യഹോവയിൽ നിന്നാണ് വരുന്നത്, മനുഷ്യരാൽ അല്ല. हालेलुया। मैं अपने बल से मैं जाकर युद्ध लड़ने का कोशिश करूंगा तो मैं जरूर पराजित हो जाऊंगा, लेकिन यहोवा मेरे लिए युद्ध लड़ेगा तो मैं जरूर विजय होकर वापस आने वाला हूँ। എന്റെ ബലത്തിൽ ആശ്രയിച്ച് ഞാൻ യുദ്ധം ചെയ്യാൻ പോയാൽ ഞാൻ പരാജയപ്പെടുമെന്നാൽ യഹോവ യുദ്ധം ചെയ്താൽ ജയമുണ്ടാകുമെന്ന് ഇഫ്താഹിന് ഉറപ്പുണ്ടായി. लोगों के मन में इब्ताह एक बहुत बड़ा योद्धा है, लेकिन इब्ताह जानता है जब तक यहोवा उसके लिए युद्ध ना लड़े तब तक वो एक अच्छा योद्धा भी नहीं है. ആളുകളുടെ കണ്ണിന് മുന്നിൽ ആമേൻ ഇഫ്താഹ് ഒരു പരാക്രമശാലിയും യുദ്ധവീരനുമാണ്. പക്ഷേ ആമേൻ ഇഫ്താഹിന് നന്നായിട്ട് അറിയാം എത്രയെല്ലാം ശക്തനായിരുന്നാലും ദൈവം ജയം തന്നില്ലെങ്കിൽ യുദ്ധം പരാജയപ്പെടുമെന്ന് അവൻ അറിയാം. यहाँ पर इफ्ताह इस जिम्मेदारी को उठाने के लिए तैयार हो रहा है ഇഫ്താഹ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. और यहाँ पर इफ्ताह उस अमोरियों से जाकर बड़े शांत का चर्चा कर कर इस समस्या का समाधान के लिए कोशिश कर रहा है. അവിടെ ഇഫ്താഹ് അമോന്യരോട് സംസാരിച്ച് ആ വിഷയങ്ങളൊക്കെ ഒന്ന് സമാധാനമായി അവസാനിപ്പിക്കാൻ ഒന്ന് ശ്രമിച്ചു. इफ्ताह ने सोचा कि अगर बातों में अगर सही हो जाए तो सही होने दो. ഇഫ്താഹ് ചിന്തിച്ചത് സംസാരിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് തീരട്ടെ എന്നാണ്. कुछ बातों में ही शायद शांति हो जाएगा. ചില വിഷയങ്ങളൊന്ന് സംസാരിച്ചാൽ തീരാനേ ഉള്ളൂ. हालेलुया। इसके लिए इफ्ताह ने सोचा कि पहला ऐसा एक अटेम्प्ट हम करके देखेंगे, ആദ്യം അങ്ങനെ ഒന്ന് ശ്രമിക്കാമെന്ന് ഇഫ്താഹ് ചിന്തിച്ചു. लेकिन अमोनिया उसके लिए तैयार नहीं है. അമോന്യർ അതിന് ഒരുങ്ങിയില്ല. हालेलुया। अमोनिया कहता है कि नहीं नहीं, हम उसके लिए बिल्कुल तैयार नहीं है, युद्ध लड़ने के लिए वो तैयार होकर खड़े हैं. അവർക്ക് സംസാരിച്ച് പറഞ്ഞു തീർക്കാൻ താല്പര്യമില്ല, അവർക്ക് യുദ്ധം ചെയ്യുവാനാണ് താല്പര്യം. लेकिन यहाँ पर इफ्ताह अब युद्ध लड़ने के लिए तैयार हो रहा है. ഇഫ്താഹ് യുദ്ധം ചെയ്യുവാനായിട്ട് തയ്യാറായി. लेकिन एक बात वो कहता है कि अब मैं परमेश्वर के साथ एक निर्णय लेता हूं, हालेलुया, मैं युद्ध लड़ने के लिए जाऊंगा, लेकिन यहोवा परमेश्वर मुझे उस युद्ध में विजय देगा तो मैं जब लौट कर आऊंगा, कौन मेरे लिए वेलकम करने के लिए मेरे घर से सबसे पहले आएंगे, उसे मैं परमेश्वर के लिए बलि चढ़ाने के लिए देने वाला हूं. അവൻ യുദ്ധത്തിനായി പുറപ്പെടുന്ന സമയത്ത് അവൻ ഇങ്ങനെ ദൈവത്തോട് ഒരു അവൻ കാര്യം തീരുമാനമെടുക്കുവാൻ ഒരു നേർച്ച നേരുവാൻ ഇടയായി തീർന്നു. യുദ്ധത്തിന് ഞാൻ പോയി ഞാൻ വിജയിയായി വന്നാൽ എന്നെ ആദ്യം എതിരേൽക്കാൻ വരുന്നത് എന്തോ അതിനെ ഞാൻ ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുമെന്ന് താൻ നേർച്ചയെടുത്തു. उसके 30वें आयत में लिखा गया है, हम पढ़ेंगे उस आयत को. 30वें आयत 11वें अध्याय के 30वें आयत में क्या लिखा गया है? 30-ാം വാക്യത്തിൽ ഇഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് പറഞ്ഞത്, നീ അമോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാകും, അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. हालेलुया। यहाँ पर परमेश्वर के सामने वो एक प्रेज़ लॉर्ड हमें एक वाव रखता है कि यदि मैं युद्ध लड़कर वापस आऊंगा तब कौन मेरे सामने आएंगे, उसे मैं परमेश्वर के लिए दे दूंगा. എന്നെ എതിരേൽക്കാൻ യുദ്ധത്തിൽ വിജയിച്ച് ഞാൻ വരുമ്പോൾ എന്നെ എതിരേൽക്കാൻ വരുന്നതിനെ ഞാൻ നിനക്ക് ഹോമയാഗം അർപ്പിക്കും. हालेलुया। वो ऐसा एक निर्णय लेना कभी भी परमेश्वर ने उससे डिमांड तक नहीं किया था. ഇങ്ങനെ ഒരു നേർച്ച നേരണമെന്ന് ദൈവം അവനോട്
അവനോട് ആവശ്യപ്പെട്ടതൊന്നുമല്ല. लेकिन वो अपने आप से इस मांग वो रख रहा है. അവൻ തന്നെത്താനെ അവൻ വെച്ച നേർച്ചയാണത്. क्या कारण हो सकता है ऐसे बात वो करने के लिए? അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അവൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? क्योंकि हालेलुया आई मीन वहां पर ना तो न्यायी है, ना तो राजा है, ना तो भविष्यवक्ता है जो परमेश्वर की योजना के अनुसार अपने लोगों को चला सकते हैं. ദൈവത്തിന്റെ ഹിതപ്രകാരം ജനത്തെ നയിപ്പാൻ ന്യായാധിപനോ രാജാവോ പ്രവാചകന്മാരോ ഒന്നുമില്ലാത്ത ഒരു കാലം. और हमने पहले पढ़ा है कि अन्य देवी देवताओं के बीच में वे अब रह रहे हैं और वहां के कल्चर उनके मन में आना शुरू हो गया है. അന്യദേവി ദേവന്മാരെ എല്ലാം ഭജിച്ചു വരുന്ന ഇവരുടെ ഉള്ളിലേക്ക് ആ ദേശത്തിന്റെ സ്വഭാവങ്ങളും രീതികളും ആചാരങ്ങളും കയറി കൂടിയിരിക്കുക. और वहां के लोगों का एक स्वभाव है, कोई भी बातों के लिए मन्नत मांग लेते हैं. हालेलुया कहता है कि मुझे फलाना मिलेगा तो मैं फलाना कार्य कर दूंगा. परमेश्वर मुझे यदि नौकरी मिल जाएगा तो पहला तनख्वाह मैं तेरे लिए दे दूंगा. फलाना सैलरी मिलेगा तो उसका इतने दशांश मैं तेरे राज्य के लिए दे दूंगा. ऐसे ऐसे हालेलुया मांग वो परमेश्वर के सामने रखते हैं. ആ കാലഘട്ടത്തിൽ ജാതികളായിരിക്കുന്നവരുടെ ഒരു സ്വഭാവ രീതിയാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ ഞാൻ ഇന്ന കാര്യം ദേവന് ദേവിക്കും വേണ്ടി ചെയ്യാം എന്നുള്ള രീതിയിൽ, ജോലി കിട്ടിയാൽ ഉയർച്ച കിട്ടിയാൽ എന്നുള്ള രീതിയിൽ അവർ നേർച്ച നേരുന്നത് ജാതികളുടെ ഒരു രീതിയായിരുന്നു. हमारे भी बीच में कितने लोगों ने कितना मन्नत रखा है, നമ്മുടെ ആളുകളും എത്രയോ നേർച്ചകൾ നേരുന്നവരാണ്. लेकिन कुछ भी हम करके नहीं देते എന്നാൽ वापस. പലതും തിരിച്ചു ചെയ്യാറില്ല. मन्नत मांगने में तो बड़े आई मीन होशियार लोग हैं, लेकिन करने की बात आता है तो हम ना तो परमेश्वर को जानते हैं, ना तो बोला वो बात के बारे में हमें याद है. നേർച്ച നേരുന്ന സമയത്ത് നമ്മൾ മിടുക്കന്മാരാ, പക്ഷെ നേർന്ന നേർച്ചയുടെ കാര്യം അവൻ ചെയ്യേണ്ട വിഷയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെയും അറിയത്തില്ല, നേർന്ന നേർച്ചയും നമുക്ക് ഓർമ്മയില്ല. 2024 दिसंबर 31 को हमने बड़ा मन्नत मांगे थे कि खुदा यदि 2025 देंगे तो फलाना कार्य कर देंगे, हम बड़े बड़े कार्य कर देंगे करके मन्नत मांगा था, लेकिन ना तो कुछ कर पाया. और अब कुछ दिन ही बाकी है 2025 का 31 तारीख होने के लिए, तब आकर कहेंगे कि परमेश्वर मुझसे नहीं हो पाया. अगर 2026 देंगे तो हम बड़े बड़े कार्य कर देंगे. 2024 ഒരുപാട് തീരുമാനങ്ങളും നേർച്ചകളും ഒക്കെ എടുത്തു. 2025 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിപ്പോൾ കഴിയാറായപ്പോൾ ദൈവത്തിന്റെ അടുത്ത് അയ്യോ എനിക്കിതൊന്നും പറ്റിയില്ല, ഇനി 2026 തന്നാൽ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് നേർച്ച മാത്രം നേർന്നുകൊണ്ടിരിക്കും. हालेलुया. हर साल के आखिरी में आकर हम मन्नत तो मांगते हैं, लेकिन कुछ भी परमेश्वर के सामने जैसे हम कहा है वैसे हम कभी भी कर नहीं पा रहे हैं. ഒരുപാട് നേർച്ചകൾ വർഷത്തിന്റെ ആരംഭങ്ങളിലൊക്കെ എടുത്തിട്ടൊന്നും നേർന്നത് നിവർത്തിപ്പാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. I'm interested book of Ecclesiastes chapter 5 verses I'm interested 2 to 5 हम जब पढ़ते हैं वहां पर प्रेस्टोड मन्नत मांगने के लिए परमेश्वर कभी भी डिमांड नहीं करता है, लेकिन हम अपने आप से मांग तो लेते हैं लेकिन हम पूरा नहीं करते हैं. लेकिन वचन कहता है यदि आप मांग रहे हैं तो आप उसको पूरा करना जरूरी है. भला है कि आप मन्नत ना मांगे. സഭാപ്രസംഗി 5:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, ആമേൻ, ദൈവം ഒരിക്കലും നമ്മൾ നേർച്ച നേരുന്ന വിഷയത്തിൽ ആവശ്യമൊന്നും പറയുന്നില്ല, ദൈവം അത് ആഗ്രഹിക്കുന്നുമില്ല. ആമേൻ. എന്നാൽ വചനം വ്യക്തമായി പറയുന്നു, ആമേൻ, നേർച്ച നേരാതെ ഇരിക്കുന്നത് നല്ലത്, എന്നാൽ നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലതെന്ന് വചനം പറയുന്നു. हालेलुया. इसके लिए बड़े ध्यान से मसीह जिंदगी जीना बहुत जरूरी है. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. यहाँ पर इफ्तार इन्होंने आकर कहा कि प्रेस लॉर्ड यदि कोई भी मेरा प्रेस स्वीकार करने के लिए आएंगे तो उन्हें मैं जरूर परमेश्वर के लिए प्रेस लॉर्ड बलि चढ़ा लूंगा. അവൻ നേർച്ച ഇങ്ങനെയാണ് ഇഫ്താഹ് നേർന്നത്, എന്നെ എതിരേൽക്കാൻ വരുന്നതിനെ ഞാൻ ഹോമയാഗമായി और 29th आयत में बताया गया है कि then the spirit of the Lord came on इफ्ताह करके वहां पर बताया गया है. 29 വാക്യത്തിൽ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്മേൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. हालेलुया. परमेश्वर की आत्मा इफ्ताह के ऊपर आया. प्रेस लॉर्ड जहां पर पहले आयत में हमने पढ़ा था कि वो एक वेश्या का पुत्र है बोलकर उसे घर से निकाल दिया, उसके लोगों के बीच में से अलग कर दिया था, उसके ऊपर यहोवा की आत्मा आया करके हम वहां पर पढ़ रहे हैं. ഒരു വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ മാറ്റി നിർത്തിയവന്റെ മേളിൽ
ആമേൻ ഹല്ലേലൂയ. അവിടെ ഭവനത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവനെന്ന് 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചവന്റെ മേൽ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ ആത്മാവ് അവന്റെ മേളിൽ വന്നു. हालेलुया। जैसे संसार कहते हैं वैसा परमेश्वर नहीं करता है, लेकिन जो व्यक्ति परमेश्वर पर भय मानता है उसके जिंदगी को बदलने वाला है हमारा परमेश्वर। ലോകം നമ്മെ കുറിച്ച് വിധി എഴുതുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം. ആമേൻ. അതുപോലെയല്ല നമ്മൾ ആയിത്തീരുന്നത്. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം ആമേൻ അവന്റെ ആത്മാവിനാൽ നിറച്ച് ശക്തീകരിക്കുന്ന ദൈവമാണ്. यदि आपका आश्रय यहोवा पर है तो वो अपनी आत्मा से भरते हुए आपको अगुवाई देकर चलाने वाला परमेश्वर है। അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവന്റെ ആത്മാവിന്റെ ശക്തി പകർന്ന് നമ്മെ ഉപയോഗിക്കുന്ന ദൈവമാണ്. यहाँ पर इफ्ताह युद्ध लड़ने के लिए गया और परमेश्वर ने उन्हें उस युद्ध में बहुत बड़ा एक विजय दे रहा है। ഇവിടെ ഇഫ്താഹ് യുദ്ധത്തിന് പോയി അവന് വലിയൊരു വിജയം യുദ്ധത്തിൽ ലഭിക്കാനിടയായി. उसे पता था कि युद्ध मेरे बल से नहीं बल्कि यहोवा मेरे लिए युद्ध लड़ने वाला है। അവൻ ഒരു സത്യം തിരിച്ചറിഞ്ഞിരുന്നു, യുദ്ധം ഞാനല്ല ജയിച്ചത്, ദൈവമാണ് എനിക്ക് വേണ്ടി ജയിപ്പിച്ചത്. हालेलुया। युद्ध में उसने विजय तो पाया, लेकिन मन ही मन में हालेलुया विजय से ज्यादा डर, अब मैं क्या सुनने जा रहा हूं, क्या देखने जा रहा हूं, उस व्याकुल अनुभव से अपने घर की ओर वो लौट कर जा रहा है। അവന് യുദ്ധം ജയിച്ചതിനേക്കാൾ ഇപ്പോൾ ചിന്ത എന്ന് പറയുന്നത് എന്നെ എതിരേൽപ്പാൻ വരുന്നത് എന്തായിരിക്കും ആദ്യമേ വരുന്നതെന്നുള്ള ഒരു അവൻ ആകുലതയുണ്ട്. विजय का समय भी अंदर ही अंदर निराशा हो रहा है। വിജയത്തിന്റെ സമയത്തും വലിയൊരു നിരാശയ്ക്ക് उस കാരണമായി. विजय का कोई खुशी उसके मन में दिखाई नहीं दे रहा ആ है। വിജയത്തിന്റെ സന്തോഷം അവന് നഷ്ടപ്പെട്ടു. हमने कितने बार परमेश्वर से विजय पाया है, लेकिन हालेलुया काफी बार शैतान उसका खुशी हमसे छीन लेता है। പലപ്പോഴും നമ്മൾ വിജയിതരായി തീർന്നിട്ട് നമ്മുടെ സന്തോഷത്തെ പിശാച് എടുത്തു കളയാറുണ്ട്. हालेलुया कोई आनंद महसूस नहीं होता है कुछ लोगों को परमेश्वर विजय देने के बावजूद भी। ദൈവം ആമേൻ വിജയം നൽകി തന്നിട്ടും ആമേൻ സന്തോഷിപ്പാൻ കഴിയാത്ത ആളുകൾ. काफी बार चेहरा गिरा हुआ है, उदास है, निराशा के साथ जी रहे हैं। हालेलुया परमेश्वर ने हमें यहाँ तक लेकर आया, इतना विजय के साथ परमेश्वर ने हमें चलाया, फिर भी बड़े उदास के जिंदगी हम जी रहे हैं। എത്ര ജയകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ തന്നാലും ഉദാസീനരായി മുഖം വാടിയതുപോലെയുള്ള അനുഭവത്തിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. हालेलुया ऐसे जीने के लिए नहीं बल्कि हमारे बल से हमने ये विजय नहीं पाया है, यहोवा ने हमारे लिए युद्ध लड़ते हुए हमें विजय दिया है। उस सच्चाई को हम जानना बहुत जरूरी है। ദൈവമാണ് നമുക്ക് യുദ്ധത്തിൽ വിജയം തന്നതെന്നുള്ളത് സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. हालेलुया उसकी आगे की आयतों को अब बात में आराम से पढ़ लेना, समय के खत्म होने के कारण मैं वहां पर समाप्त करना चाहूंगा। वो जैसे ही घर लौट कर आता है, इब्ता का एकलौता बेटी लॉर्ड इब्ता को स्वीकार करने के लिए आ रहे हैं। അതിന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇഫ്താഹിന്റെ ഏകജാതയായ തന്റെ മകളാണ് അവനെ എതിരേറ്റു വരുന്നത്. उन्होंने कभी नहीं सोचा कि अपना बेटी उसे स्वीकार करने के लिए आएंगे അവൻ करके। ഒരിക്കലും ചിന്തിച്ചില്ല അവന്റെ മകൾ അവനെ എതിരേൽക്കുമെന്ന്. हालेलुया लेकिन वो बेटी जैसे ही आया वो इब्ताह उस विजय से लौट कर आ रहा है, लेकिन वो वस्त्र फाड़ता है, परमेश्वर से कहता है कि खुदा ये क्या हो गया, लेकिन फिर भी उसने परमेश्वर के सामने मन्नत मांगा था, इसके लिए अपने एकलौता बेटी को परमेश्वर के सम्मुख बलि चढ़ाने के लिए वो तैयार हो रहा है। അവൻ ഒരിക്കലും ചിന്തിച്ചില്ല അവന്റെ ഏകജാതയായ മകൾ അവനെ എതിരേറ്റു വരുമെന്ന്. എന്നാൽ അവൻ നേർച്ച നേർന്നത് കൊണ്ട് അവൻ യുദ്ധത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ എതിരേറ്റു വന്ന തന്റെ മകളെ താൻ ഹോമയാഗമായി അർപ്പിക്കുവാനിടയായി. हालेलुया प्रेज द लॉर्ड। हमने कहा है कि परमेश्वर मुझे बेटा देगा तो आपके सेवकाई में दे दूंगा, लेकिन बेटा कहां पर है हम थोड़ा सा ध्यान रखना जरूरी है। നമ്മൾ പലരും തീരുമാനമെടുത്തിട്ടുണ്ട്, കർത്താവ് എനിക്കൊരു മകനെ തരുന്നുവെങ്കിൽ ഞാൻ അതിനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാമെന്ന്. ഇപ്പോൾ മകൻ എവിടെ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. हालेलुया एक बार हम कहीं विजिटिंग के लिए गए थे, तो वहां पर प्रेज लॉर्ड बड़े आग्रह के साथ उन्होंने एक बेटा के लिए इंतजार किया। प्रेज लॉर्ड नहीं मिला, लेकिन बाद में उन्होंने कहा कि बेटा मिलेगा तो परमेश्वर के लिए हम दे देंगे। ഒരു ഞങ്ങൾ ഭവന സന്ദർശനത്തിന് പോയ ഒരു വീട്ടിൽ അവർ ഒത്തിരി ആഗ്രഹിച്ചു അവർക്കൊരു മകൻ ഉണ്ടാകണമെന്ന്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനേക നാളുകൾ കഴിഞ്ഞ് ഒരു മകൻ ജനിച്ചു. हालेलुया और जैसे बेटा मिला तो उनका निर्णय थोड़ा बदल गया.
മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തീരുമാനം മാറി. लेकिन अभी वो स्कूल में पढ़ाई में थोड़ा पीछे है, बहुत आलसी है, पढ़ाई के लिए बाकी सारे बातों में बड़ा जोशी है. അവൻ പഠിക്കാൻ മടിയനാണ്, ബാക്കി എല്ലാത്തിനും മിടുക്കനുമാണ്. तब उन्होंने कहा कि पास्टर मैंने कहा है कि परमेश्वर मैं तेरे सेवकाई के लिए इसको दे दूंगा. അങ്ങനെ വന്നപ്പോൾ ഇപ്പൊ പിന്നെയും പറയാൻ തുടങ്ങി അവനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാം. मैंने बोला कि आलसी लोगों को परमेश्वर की सेवकाई के लिए नहीं चाहिए, यदि आप सेवकाई करना है तो अच्छी तरीके से आप पढ़ लेना. ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, ഉഴപ്പന്മാരെ കർത്താവിന്റെ വേലയ്ക്ക് ആവശ്യമില്ല, കർത്താവിന്റെ വേലയ്ക്ക് പോകണമെങ്കിൽ നല്ല പഠിച്ച് നല്ല മിടുക്കനായിട്ട്. क्योंकि बीच बीच में जब उनके माता पिता याद दिलाता है कि आप सेवकाई के लिए, तो बोलता है कि सेवकाई के लिए तो पढ़ने का जरूरत नहीं है, इसके लिए मैं अभी मजा कर रहा हूँ. പഠിക്കുവാൻ വേണ്ടി അപ്പനും അമ്മയും അവനെ ഓർപ്പിക്കുമ്പോൾ അവൻ പറയും, അതിന് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ എന്തിനാ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ ഒരു പറയുന്ന ശീലം അവൻ ഇപ്പോൾ ഉണ്ട്. हालेलुया. मैंने कहा कि सबसे एजुकेटेड लोग आज परमेश्वर की सेवकाई कर रहे हैं. ഞാൻ അവനോട് പറഞ്ഞു, ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ളവരായി ഇപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. हालेलुया. आलसी होकर जब तू पराजित हो जाते, किसी को नहीं चाहिए, तब सेवकाई के लिए दे देंगे करके कोई भी सेवकाई के लिए नहीं निकलना. അവന് ഒന്നും പഠിക്കാതെ ഒരു ഗുണവുമില്ലാതെ വരുമ്പോൾ എന്നാ ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ആരും കൊടുക്കരുത്. हालेलुया. इब्ताह जिसको रिजेक्ट किया गया था, आज वो परमेश्वर के लिए इस्तेमाल हो रहा है. എല്ലാവരിലും തിരസ്കരിക്കപ്പെട്ടവൻ ഇപ്പോൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. अपने एकलौता बेटी को भी उसने परमेश्वर के सामने वेदी में बलि चढ़ा दी. അവന്റെ ഏകജാതനായ പുത്രിയെ അവൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി स्वर्ग का परमेश्वर अपने एकलौता पुत्र को हमारे लिए दे दिया, ताकि हमें नरक से, नाश से छुड़ाकर हमें स्वर्ग का वारिश वो हमें बनाए. സ്വർഗീയ പിതാവ് തന്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്കായി ഏൽപ്പിച്ചു തരുവാനിടയായി. हालेलुया. उस आनंद के साथ हमारे मसीह जिंदगी को हम जीने ആ पाए. സന്തോഷത്തിൽ നമ്മൾക്ക് ജീവിക്കാം. हालेलुया. उसका एकलौता पुत्र जो हमारे लिए किया है, वो हम कभी भी भूल ना जाए, बल्कि उसको हम स्मरण करते हुए एक एक पल हमारे जिंदगी को हम बिताने के लिए हम तैयार रहे. हालेलुया. साल के आखिरी दिनों में हम आ पहुंचे हैं. रिमेंबर व्हाट द लॉर्ड हैज डन फॉर अस. यहोवा परमेश्वर ने हमारे लिए क्या क्या किया है, उस बातों को हम स्मरण करें, हम भूल ना जाए. हालेलुया. और उसके योजना के अनुसार हमारे जिंदगियों को हम व्यक्त करने पाए. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. ऐसे अवसर और अनुमति दिए परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं. परमेश्वर सबको अनुग्रह और आशीषों से भरने पाए. गॉड ब्लेस यू ऑल. Amen, amen, amen. Praise the Lord. Thank you, Jijo Pastor. Thank you, Sunny